സർ, ചാരിറ്റിയുടെ പേരിൽ ഒരുപാട് സോഷ്യൽ മീഡിയ വഴി മാത്രം ചാരിറ്റി ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ വേർഷൻ ഓഫ് തട്ടിപ്പ് റീലോഡഡ് ആയിരിക്കുന്നത് ഹംഗ്രി മൃണാളിൻ്റെയാണ്. അദ്ദേഹത്തിന്റെ കുറെ കടകൾ വൈറ്റിലുണ്ട്, എടപ്പള്ളിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് ഒരുപാട് വെറുതെ പോയിട്ട് നെഗറ്റീവ് കമന്റ് ഇടാനായിട്ടാണെങ്കിൽ പോലും അവിടെ പോയി വീഡിയോ എടുക്കുന്നവരെയൊക്കെ വൈറലാക്കുന്ന ഒരു സംഭവമായിരുന്നു. ശരിക്കും ഇപ്പോൾ മൃണാളിന്റെ കുറച്ച് സ്റ്റോറീസ് കണ്ടിട്ട് നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ ധാര വരുന്ന പോലെയാണ്. അദ്ദേഹം പാവപ്പെട്ട ചെറുക്കന് കൊണ്ട് ഫുഡ് കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ ഫുഡാണ് കൊടുത്തത്, അതാണ് ഒരു സങ്കടമുള്ളത്. എന്തായാലും അത് കൊടുക്കുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ വീഡിയോയിൽ വരുന്നു, ഇൻസ്റ്റാ പേജുകളിൽ ഉണ്ട് സാധനം. ഇതെന്താണ് പുള്ളിയുടെ ഒരു ഉദ്ദേശം? എന്താണ് ഉദ്ദേശശുദ്ധി? എന്താണ് പുള്ളിയുടെ ഉദ്ദേശം? വളരെ നല്ലതാണ്. പുള്ളി ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ തന്നെ നന്നാക്കിയിട്ടേ പുള്ളി അടങ്ങും എന്നുള്ളതാണ് പുള്ളിയുടെ ഉദ്ദേശം. ഈ അഴകിയ രാവണൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, ആ സിനിമയിലൊരു ഗംഭീരമായ ഡയലോഗുണ്ട്. അതായത് ഭാനുപ്രിയക്കും അവരുടെ വീട്ടുകാർക്കൊന്നും സഹായം വേണ്ട, പക്ഷെ ശങ്കർദാസ് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നുണ്ട്, സഹായിക്കാതെ ഞാൻ വിടില്ലെന്നാണ്. മനസ്സിലായേ? വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഗംഭീരമായ നർമ്മമാണത്. നമ്മളത് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. സഹായിക്കാതെ ഞാൻ വിടില്ലെന്ന്. അതായത് ഒരു ആളുകളുടെ സഹായിക്കണ്ട, നിന്റെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ലെന്ന് പറയും. പക്ഷെ പുള്ളി പറയുന്നത് ഇതിൽ സഹായിക്കാതെ വിടില്ലെന്ന്. അതുപോലെ കേരളത്തിലെ ആളുകളെ നല്ല ഭക്ഷണം കഴിപ്പിച്ച് ഞാൻ അടങ്ങൂ എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരാളാണ് മിസ്റ്റർ മൃണ. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ കൂടുതൽ കടകളൊന്നുമില്ല. തൃപ്പൂണിത്തുറയിലൊരു കട ഉണ്ടായിരുന്നു, അതിപ്പോൾ ഓൾമോസ്റ്റ് പൂട്ടി. ഓൾമോസ്റ്റ് അല്ല, അത് പൂട്ടി. ആ തൃപ്പൂണിത്തുറ ഞാൻ പോയിട്ടുണ്ട്. ഈ മൃണാളിലെ എല്ലാ കടകളിലും ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ MG റോഡിലും മറ്റേ വൈറ്റ്ലയിലും മാത്രമേ പോകാത്തതുള്ളൂ. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ചെയ്തതിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ പുള്ളി ഒരു പുതിയ നമ്പറായിട്ട് ഇറങ്ങിയേക്കണമെന്ന് വെച്ചാൽ ചാരിറ്റിയാണ്. ചാരിറ്റി എന്ന് പറഞ്ഞാൽ പുള്ളി വീഡിയോ താങ്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതായത് പുള്ളി ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ പുള്ളി വെച്ച് തന്നിട്ട് ഒരു കൊച്ചു പയ്യൻ അവനോട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, റോട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പയ്യനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു. സംസാരിച്ചതിന് ശേഷം പുള്ളി വീണ്ടും കാറിലേക്ക് ഇറങ്ങുന്നു. പിന്നെ BGM ഒക്കെ ഇട്ടിട്ട് മറ്റേ വളരെ നമ്മളെ സങ്കടപ്പെടുന്ന ഇതൊക്കെ ഇട്ടിട്ട് പുള്ളി ഒരു കിറ്റായിട്ട് കടന്നു വരുന്നു. എന്നിട്ടൊരു ബിരിയാണി കുട്ടിക്ക് കൊടുക്കുന്നു. ആ കൊടുത്തതിന് ശേഷം അവൻ്റെ മുതുകത്ത് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു, തട്ടുന്നു, ചേർത്ത് പിടിക്കുന്നു. ഇത് സക്സസ് ആകും എന്ന് പുള്ളിക്ക് അറിയാമായിരുന്നു. അപ്പം ഇത് നമ്മുടെ ഈ നാട്ടിലൊരു കുഴപ്പമുണ്ടല്ലോ, എന്തെങ്കിലും കാണിച്ചിട്ട് ഇതുപോലെയുള്ള ചെറിയ പെറ്റി ചാരിറ്റി കാണിച്ചാൽ. നമ്മുടെ പഴയ ജയറാം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. മറ്റേ ഓസ്ലർ, ഞാൻ അതീ പറയാൻ വിട്ടു കാര്യം, ഒരു ഓസ്ലർ എന്ന് പറഞ്ഞൊരു ഓഞ്ഞ സിനിമ ഇറങ്ങിയത്. ഈ ഓഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഇത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 5 ലക്ഷം രൂപ കൊടുത്ത് സഹായിക്കുന്ന ചാരിറ്റി പുള്ളി നടത്തിയത്. അത് ഓസ്ലറിൻ്റെ നിർമ്മാതാവാണ് കൊടുത്തത്. പക്ഷെ പുള്ളി കൊടുത്താലേ ഒരു വില ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ചാരിറ്റി കൊടുത്ത്. പക്ഷെ പടം എന്തായാലും പൊട്ടിയല്ല. ചാരിറ്റി അടുത്തെന്ന് പറഞ്ഞാൽ ഇത് ചിപ്പറ്റായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് തോന്നിയത് ഇനി ഈ ഒരു പയ്യന് കൊടുത്തു, അപ്പം അത് കഴിഞ്ഞിട്ട് മൃഗസ്നേഹികൾ പുള്ളിനോട് പിണങ്ങരുത് എന്ന് മനസ്സിലാക്കി. ഓക്കെ, ആ മൃഗസ്നേഹികൾ പുള്ളിനോട് പിണങ്ങരുത് എന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളി എന്ത് ചെയ്തു വെച്ചാൽ അവിടെ തലേദിവസം വിറ്റുപോകാതിരുന്ന മറ്റേ കുറച്ച് ചിക്കൻ ഫ്രൈ എടുത്തിട്ട് വന്നു. അതെ, നാട്ടുകാരോടൊക്കെ അത് മേടിച്ച് കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അവരാരും മേടിക്കുള്ളതാണ്, അവരാരും മേടിക്കുള്ള. ലാസ്റ്റ് പുള്ളിയുള്ളത് പട്ടിക്ക് ഇട്ട് കൊടുത്തു. പട്ടി അത് കഴിച്ചു. അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാൻ പാടില്ല. പട്ടി പുറഞ്ഞ കടിച്ചോ അതോ ഈ പറഞ്ഞ പോലെ പട്ടി സന്തോഷമായിട്ടിരുന്നോ എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. ആദ്യത്തേനാണ് സാധ്യത കൂടുതൽ എടുത്ത് ഏത് മൃഗാലിന് ഈ എന്തൊക്കെ വേഷം കെട്ടാണ് ഇവനിക്കിടന്ന് കാണിക്കണേന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. അതാ കൊച്ചിന് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ നോക്കുന്നൊരു നോട്ടമുണ്ട്. കൊടുത്ത് കിട്ടിയാന്ന് വെക്കണം, കിട്ടിയില്ലെങ്കിൽ റീടേക്ക് എടുക്കാന്ന് പറയണം. ഒന്നുകൂടെ കിട്ടിയില്ലെങ്കിൽ അത് കൊടുന്ന് പറഞ്ഞാ പോയിട്ട് എന്ത് ചെയ്യും, വീണ്ടും മറ്റേ കുണുങ്ങി ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും, തത്തരാരൊക്കെ അടിച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യും, പിന്നെയും കൊടുക്കും. പിന്നെ റെഡി ആയില്ലെങ്കിൽ പിന്നെ അവരാ ടേക്ക് എടുത്തിട്ട് അവര് കഴിക്കാൻ പറ്റൂ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ഈ ഫുഡ് കൊടുത്തേക്കണേ ഇതിന് വരില്ലാന്നറിയാം. അപ്പൊ പുള്ളി കുറെ നാൾ മറ്റേ വേറൊരു നമ്പറൊക്കെ ആയിരുന്നു, രാത്രി വൈകി വരുന്ന ഫുഡ് ഞങ്ങൾ നിങ്ങൾക്കാർക്കെങ്കിലും ഫ്രീ ആയിട്ട് തരാം. അവിടെ ഇല്ല, വേസ്റ്റ് ആകുന്ന ഫുഡ് കളയാനായിട്ട് ഒരാളെ ഏൽപ്പിച്ച് അതിന് കാശ് കൊടുക്കണമല്ലോ. അപ്പൊ ആ കാശ് ലാഭിക്കാൻ വേണ്ടി പുള്ളിയാണ് വേസ്റ്റ് ആയിട്ട് തരാം. അപ്പൊ അതിന് നിങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുതരില്ല, നിങ്ങൾ വന്ന് കൊണ്ടുപോയിക്കൊള്ളാം. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരു നമ്പറൊക്കെ കൊടുത്തിരുന്നു. അതുപോലും ആരും വിളിച്ചില്ലെന്ന് തോന്നുന്നു. അതുപോലും വിളിക്കാഞ്ഞിട്ടാണ് ഈ പരിപാടി എന്ത് ചെയ്യണത് നടത്തല. ഈ കടയിൽ ഇപ്പൊ കച്ചവടം വളരെ കുറഞ്ഞായിരുന്നു. തൃപ്പൂണിത്തുറയിലുണ്ടായ കട ക്ലോസ് ചെയ്തായിരുന്നു. കാരണം തൃപ്പൂണിത്തുറ കടയിലാണ് ഒരു പ്രശ്നം വന്നത്.
മറ്റേ പൊതി കിഴി പൊറോട്ട എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചിട്ട് ആ കിഴിക്കകത്ത് പൊറോട്ടയും അതുപോലെ ബീഫും ഉണ്ടായിരുന്നു. അതൊക്കെ കറക്റ്റ് ആയിരുന്നു. ബീഫ് എന്നൊക്കെ പറഞ്ഞാൽ ബീഫും കായയും കൂടിയാണ് ബീഫാണ് കേട്ടോ. അതായത് ബീഫ് ഉണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലെൻസൊക്കെ ആയിട്ട് ഒന്ന് നോക്കണം. എന്നിട്ട് അത് ബീഫാണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മൾ വേറൊരു ബീഫിനെ കൊണ്ട് കഴിച്ചിട്ട് നിന്റെ തന്നെയാണെന്ന് അവന്റെ മറ്റേ പഞ്ചാബി ഹൗസിലൊക്കെ പറയില്ല. അതായത് ഇവനാരാണെന്ന് തിരിച്ചറിയാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് ഇവനെ കാണിച്ചിട്ട് ചോദിക്കും ഇവനാരാണെന്ന്. അപ്പൊ അറിയാമല്ലോ ചോദിക്കും. അതേപോലെ നമ്മൾ ചെയ്യണം. ഓക്കെ, ഞാൻ ഈ കടയിൽ സ്ഥിരം പോയിട്ടുള്ളതാണ്. അപ്പൊ താങ്കൾ ചോദിക്കും എന്തിനാ പോയെന്നൊക്കെ എന്നോട് ചോദിച്ചോട്ടെ, എനിക്ക് വരുമൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഈ കട ആദ്യമായിട്ട് ശ്രദ്ധിക്കണപ്പോഴാണെന്ന് അറിയാം. ഇവന്റെ ഈ വേഷം കിട്ടും വേളാങ്കിക്കലും ഒക്കെ ഞാൻ പലവട്ടം ഈ ഫുഡ് ബ്ലോഗർ ആയിരിക്കും കൊണ്ടുണ്ട് എല്ലാ കടകളിലും ചെല്ലുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഓവറായിട്ട് എക്സ്പ്രഷൻ ഇടുക, എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ണിങ്ങനെ വീഴ്ച എന്ത് ചെയ്യുക. എന്നിട്ട് എല്ലാവരും ഫുഡ്, ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ എല്ലാവരും ജീവിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിച്ച് നമ്മൾ ജീവിക്കണം. കിലോമീറ്ററുകളോളം നടന്നോ കാറെടുത്ത് പോയൊക്കെ നമ്മൾ ഫുഡ് കഴിച്ച് ജീവിക്കണം. എന്നിട്ട് ഒരു കോമഡി പറയേണ്ടതില്ല. ആ കോമഡി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ആരും ഇല്ലാതിരിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നേരെ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഭാര്യയെ കണ്ടുണ്ട് പോയി കഴിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കണം. മതി ഒരുവോളം ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞാൽ കൈ കഴുകാതെ കിടന്നിങ്ങനെ ഉറങ്ങണം. കൈ കഴുകാതെ അതിന്റെ പിന്നിൽ ചെയ്തു കൈ കഴുകാതെ. അപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ കിടന്നുറങ്ങുന്നതാണ് ക്രെഡിറ്റ് എന്നാണ് പറഞ്ഞു നോക്കണം. എഴുന്നേറ്റ് പോയി കൈ കഴുകടാ എന്നാണ് പറയേണ്ടത്. പിന്നെ അത് പറയാൻ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനോടുള്ള ആരാധന ഇങ്ങനെ വഴിഞ്ഞൊഴുകിയിട്ടെ ഇടയ്ക്ക് ഇങ്ങനെ തുടച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ കൈ കഴുകാതെ കിടക്കുന്നു. എന്തൊരു ഭയങ്കരമായ എല്ലാത്തിനും പരസ്യമാണ്. അതുപോലെ ഇവന്റെ കടയിൽ ചെന്ന് ഒരു തവണ മറ്റേ ഇതിരിക്കുമ്പോഴത്തേക്കും ഒരു ഇതെടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഉടനെ തന്നെ ചോദിക്കണം 9:00 ബിരിയാണി റെഡിയായി, എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ബിരിയാണി. ഇങ്ങനെ എല്ലാത്തിനും പരസ്യമാണ്. ഈ ഓവർ പരസ്യം. ഇവന്റെ കടയിൽ എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കൺസെപ്റ്റാണ് കൊണ്ടുവന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള ഫുഡ് മേടിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു ഊണ് മേടിച്ചാൽ ഊണിന് നമുക്ക് ആവശ്യമില്ലാത്ത 3 കറി ഉണ്ടെങ്കിൽ 3 കറിയും കൂടി കൊണ്ടുവന്ന് തരില്ലെന്ന് ചോദിക്കണം. ഈ 3 കറിയും കൂടി കൊണ്ടുവന്ന് തരുന്ന ഇവൻ പറയണത് മുഴുവൻ അങ്ങനെയുള്ള AC റെസ്റ്റോറൻറ്റിൽ 250 രൂപ ഊണെന്ന് പറയണം. എവിടെ 250 രൂപ ഊണ് AC റെസ്റ്റോറൻറ്റിൽ? AC റെസ്റ്റോറൻറ്റിൽ 40 രൂപ 50 രൂപ 60 രൂപ 70 രൂപക്കൊക്കെ എന്ത് കിട്ടും? ഊണ് കിട്ടും. പക്ഷെ ഇവനെന്ത് ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ മേടിക്കണം. നമുക്ക് ആവശ്യമുള്ള പക്ഷേ ഇപ്പോൾ ഒരു ദിവസം നമുക്കൊരു മൂടുള്ളത് ചോറും അതുപോലെ തന്നെ നമുക്ക് തൈരും മാത്രം കഴിക്കാം. അപ്പം ചോറും തൈരും മാത്രം മേടിച്ച് നമ്മൾ കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ചോറും അച്ചാറും മാത്രം മേടിച്ച് നമ്മൾ കഴിച്ചാൽ മതി. വേണ്ട, ചോറും പപ്പടവും മേടിച്ച് കഴിച്ചാൽ മതി. ചോറിന് 14 രൂപയുടെ ചോറുണ്ട് പ്ലസ് 9 രൂപയുടെ പപ്പടം ഉണ്ട്. അപ്പൊ 23 രൂപ എന്ത് ചെയ്യുള്ളൂ വരുവുള്ളൂ. ഒരു പപ്പടത്തിന് 9 രൂപ. എന്നിട്ട് ഇപ്പൊ പറയണത് എന്താണെന്നറിയോ? സാധാരണക്കാരന്റെ കടയാന്നാണ്. ഒരു പപ്പടത്തിന് 9 രൂപ കുഴപ്പമില്ല. പക്ഷെ മറ്റേ രണ്ടും കൂടി പറയരുത്. ഏത് ഉപദേശവും പാടില്ല. അതെന്താ വെച്ചാൽ രണ്ടും കൂടി എന്ത് ചെയ്യരുത്. ഒന്ന് ആലോചിച്ച് നോക്കി വേഷം കെട്ടൊക്കെ നിർത്തി മര്യാദ. ഇവന്റെ കടയിൽ ഒരു മനുഷ്യൻ കയറണ്ടേ. എന്നിട്ട് ഇവന്റെ കടയിൽ കച്ചവടം കുറഞ്ഞിട്ട് പാവം ആയിട്ടാ എനിക്ക് സങ്കടം തോന്നി. ഞാൻ അതുകൊണ്ട് ഇവര് വീഡിയോ ചെയ്യരുതെന്ന് വിചാരിച്ചിരുന്നു. ഇവര് ഓരോ ദിവസം വന്ന് വീഡിയോ ഇട്ട് നമ്മള് വെറുപ്പിക്കൂല. അത് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പറഞ്ഞത്, ഞാൻ ഈ കഴിഞ്ഞ 3 ദിവസം മുമ്പ് കയറിയപ്പോൾ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്ത് അവിടെ നിന്ന് കഴിച്ചു. അവിടെ നിന്ന് പിന്നെ ഒരു ഗുണമുണ്ട്. അതെന്താണെന്നറിയാമോ? ഞാൻ അവിടെ പോണേ എന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലായി? എല്ലാത്തിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ്. അപ്പൊ അത്രേ കഴിക്കും. മനസ്സിലായ? ബിരിയാണി ശരിക്കും വേറെ സ്ഥലങ്ങളിൽ മേടിച്ച ഒരു 200 ഗ്രാം കൂടുതൽ വേണ്ട. ഇവന്റെ ജന്മത്തെ അങ്ങനെ പ്രതീക്ഷിക്കണ്ട. ആവശ്യത്തിനുള്ള ബിരിയാണി കുറവായിരിക്കും. മനസ്സിലായി? ഹാഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു പീസ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് തന്നത് അത് കുറവാണ്. അപ്പൊ നമുക്കത് മതി. കാരണം വെച്ചാൽ അത്രയും കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് പോണത്. അതുപോലെ ഇത്രയുള്ള ഇതിലാണ് കായയും ബീഫും തരണം. അതിൽ കായ മാത്രമേ ഉണ്ടാവുള്ളൂ, ബീഫ് ഉണ്ടാവില്ല. അതിന് മുമ്പ് പറഞ്ഞാൽ ഒരു കറി മേടിച്ച് ഇത് പോരെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അന്ന് ഇന്ന് 2ാമത്തെ കറി, ഇന്ന് 3ാമത്തെ കറി. എങ്കിൽ പോലും 3 കറിക്ക് 210 രൂപയല്ലേ ആയുള്ളെന്ന് കേൾക്കും. 3 കറിക്ക് 210. അപ്പൊ നമ്മൾ നോർമലി ഒരു ഊണ് വാങ്ങിച്ചിട്ട് 60 രൂപ നല്ല ഊണും കിട്ടില്ലേ? ഇപ്പൊ അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. ഇപ്പൊ അങ്ങനെ വീണ്ടും കൊടുക്കാൻ തുടങ്ങി. ഇപ്പൊ ബിരിയാണി മേടിക്കുമ്പോൾ, നേരത്തെ ബിരിയാണി മേടിക്കുമ്പോൾ ഒന്നുമില്ല. അതായത് ബിരിയാണിക്ക് മറ്റേ ഇത് മാത്രം കിട്ടും. മറ്റേ റൈത്ത വേറെ കാശ് കൊടുത്ത് മേടിക്കണം, പിക്കിള് വേറെ കാശ് കൊടുത്ത് മേടിക്കണം. ഈ വേഷം കെട്ടൊക്കെ നിർത്തിയത് കൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇപ്പൊ ബിരിയാണി എന്ന് പറഞ്ഞാൽ 159 രൂപയാണ് എടുക്കണമെങ്കിൽ പോലും ബിരിയാണിയും അതോടൊപ്പം എന്ത് ചെയ്യും, റൈത്ത പിക്കിളും ഒക്കെ കിട്ടും. മിനിഞ്ഞാന്ന് വീണ്ടും വേറെ വീഡിയോ ഇട്ട് തന്നെ ബിരിയാണിയോടൊപ്പം കുറെ പേർക്ക് റൈത്തയും അതുപോലെ പിക്കിളും കൊടുക്കുന്നുണ്ട്.
അപ്പോൾ കുറേ പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് പിക്കിളും റൈത്തയും ഞങ്ങൾ വെറുതെ കാശ് തരണത്? ഞങ്ങൾക്കറിയാം ഒന്നും ഫ്രീ അല്ലെന്ന്, ഇതിന് കാശ് കൊടുക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ശരിക്കും അത് രണ്ടും നമ്മളങ്ങ് ഒഴിവാക്കിയിട്ട് ബിരിയാണിയുടെ റേറ്റ് മാത്രം വെച്ചാൽ പോരെ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ മനസ്സിലായ ഐഡിയ. ഇപ്പം 159 രൂപ വെക്കണ സാധനത്തിന് 158 രൂപ വെക്കും, 1 രൂപ കുറക്കും. എന്നിട്ട് റേറ്റക്കും മറ്റേനും കൂടി 30, 20, 20, 60 രൂപ ഉള്ള ഐഡിയ. ഈ ആക്രാന്തം ഉണ്ടല്ലോ, ആക്രാന്തം വിടാത്തത് കൊണ്ട് മൃണാൾ എന്ന് പറയുന്ന ആക്രാന്തക്കാരന് വിടാത്തത് കൊണ്ട് ഇങ്ങനെ പരിപാടികൾ കൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ അവിടെ കച്ചവടം കണ്ടിട്ട് എന്താ പറഞ്ഞേക്കണത് ഓഫർ എന്നറിയാം. നിങ്ങൾ എന്നെ അവിടെ ഒന്ന് ഫുഡ് കഴിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ബില്ലിന്റെ പുറകിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒന്ന് എഴുതിയിട്ട് ജസ്റ്റ് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ വിളിച്ചൊന്ന് ചോദിക്കും എന്താണെന്ന് ചോദിക്കും. ആ ചോദിച്ചു കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് അപ്പൊ തന്നെ ആ ബില്ല് എമൗണ്ട് അവനോട് പിടിച്ച് നിക്കണം. കുറെ ഉപദേശം കൂടി കേൾക്കണം. ഏതാ ഇവന്റെ ലൈവൊക്കെ ഉണ്ട്, ലൈവിലൊക്കെ വന്ന് ഇവന്റെ ബിരിയാണി ഏതാണ് മോശമാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കുമല്ലോ ഞങ്ങളുടെ ബിരിയാണി ഏറ്റവും കൂടുതൽ സെയിലുള്ള കേരളത്തിൽ ബിരിയാണിയായി മാറിയത്. എവിടെ മാറി? ഇതെന്തൊക്കെ വല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കാറ്റേണ്ട മറ്റേ നമ്മുടെ പത്രങ്ങളിലേക്ക് സർക്കുലേഷൻ പോലെയോ അല്ലെങ്കിൽ മറ്റേ ബാർക്ക് റേറ്റിംഗ് പോലെ ഏതെങ്കിലും റേറ്റിംഗ് ആറ്റേണ്ട ഏറ്റവും കൂടുതൽ. അപ്പൊ നാളെ നമ്മൾ VD സെർച്ചിനോട് എഴുതി വെക്കുന്നത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന കട ഏതാണ്? ഏത് കട? ഇങ്ങനെ ഇവന്റെ കാര്യങ്ങൾ മാത്രം ഭയങ്കര വലിയ കാര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കണേ. എന്നിട്ടാണ് ഇപ്പൊ ലാസ്റ്റ് ഈ ചാരിറ്റി ഉടായിപ്പോയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഏത് മറ്റേ പിണറായി വിജയൻ പറഞ്ഞ മറ്റേ ഇതിന് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ കരുതൽ എന്ത് ചെയ്തിരിക്കുന്നു? സത്യത്തിൽ എനിക്ക് സംശയമുണ്ട് ആ പയ്യൻ പോലും ഫേക്കാണെന്ന്. ആ പയ്യന് സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ അറിയില്ല കേട്ടോ. പാകം അവിടെ ഇരിക്കുന്നുണ്ടെന്ന് എണീറ്റ് പോലും നിൽക്കാനുള്ളത് അറിയില്ല. അല്ലെങ്കിൽ റീടേക്ക് ഒന്നുകൂടി എടുത്തേനെ ചിലപ്പോ. ഇവനെ സംബന്ധിച്ച് ഇവനതെല്ലാം പറഞ്ഞ് ചിലപ്പോ ഇവൻ വേറൊരു ആർട്ടിസ്റ്റിനെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് എന്ത് ചെയ്യും? അല്ല പയ്യന് പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ്ലി കാണുന്ന ഒരാൾക്ക് ഓക്കെ. ഇത് ആ ചെക്കൻ അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയട്ടെ അവന്റെ ഫുഡിന് വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഈച്ചയൊക്കെ ആ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഈച്ചയൊക്കെ ഇങ്ങനെ പാറി കളിക്കും. നമ്മളിപ്പോ ഷെയ്ക്ക് ഇപ്പൊ എന്റെ കൊച്ചുങ്ങൾ പറഞ്ഞു ഷെയ്ക്ക് മേടിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് മേടിക്കുമ്പോ ഷെയ്ക്കിന്റെ മുമ്പിലൂടെ ഫ്രണ്ടിലൂടെ ഒക്കെ ഈച്ചയൊക്കെ പാറി കളിക്കും. അപ്പൊ പിള്ളേർക്ക് ഈച്ചയൊന്നായിട്ട് അത്ര പരിചയമില്ല, നമുക്കൊക്കെ പരിചയം ഉണ്ടല്ലോ. അപ്പൊ ഈച്ചയൊക്കെ ഇങ്ങനെ പാറി കളിക്കുമ്പോ ഇതെന്താണ് ഈച്ചയൊക്കെ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? അപ്പൊ ഇവനെ അടുത്ത ആയി പറഞ്ഞു ഈച്ച എന്താന്ന് പറയാമോ? എല്ലാത്തിനും നമുക്ക് ക്ലാസ്സാണ്. ഈച്ച എന്ന് പറയുന്നത് ചില ഹോട്ടലുകളിൽ വളരെ ശക്തമായ കെമിക്കൽ ഉപയോഗിച്ച് പെസ്റ്റിസൈഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, പെസ്റ്റ് കൺട്രോൾ. ആ പെസ്റ്റ് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈച്ച 1 മാസത്തേക്ക് 2 മാസത്തേക്ക് വരില്ല. പക്ഷെ നമ്മൾ അത്രയല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ വളരെ ഹാംഫുൾ അല്ലാത്ത കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ ഈച്ച കെയിം. പിന്നെ ഈച്ച എന്ന് പറയുന്നത് ഞാൻ വളർത്തുന്ന ഈച്ചയല്ല, കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള കോമഡിയാണ്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പെങ്കൊച്ചിനോട് പറഞ്ഞു വേറെ എന്തെങ്കിലും വേണം, വേറെ ഒന്നും വേണ്ട, ഇനി ബാക്കി തള്ളി ഞാൻ മൃണാളിനെ കേട്ടോളാന്ന് പറഞ്ഞു. അവന്റെ കൗണ്ടർ ചെയ്യണ പെങ്കൊച്ചു, അപ്പൊ പെങ്കൊച്ചും ചിരിക്കണം. ഇതുപോലെയുള്ള അല്പന്മാരെയൊക്കെ ഉണ്ടല്ല, ഞാൻ എന്റെ പൊന്നോ. പിന്നെ ഇവൻ മറ്റേ വേറൊരു ഫോട്ടോ ഇട്ടിരുന്നു, ഞങ്ങൾ ഓഫീസിലെ സ്റ്റാഫുകളുമായിട്ട് എന്ത് ചെയ്തു, എല്ലാവരും കൂടി സിനിമക്ക് പോയതിന്റെ വീഡിയോ. എന്തൊക്കെ പരിപാടി! നമ്മളൊക്കെ പല സ്ഥാപനങ്ങളും അത് ഹെഡ് ചെയ്തിരുന്നാണ്, നമ്മൾ പല ആളുകൾക്കും പല കാര്യവും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലെ അവരെ പരസ്യമായിട്ട് എന്ത് ചെയ്യാറില്ല, ഇതുപോലെ ഇട്ട് പറയാറില്ല. നിരവധി ആളുകളുണ്ട് ഈ നാട്ടിൽ, മനസ്സിലായി. എനിക്ക് ഓർമ്മ വരുന്നത് ഈ വൈറ്റിലൊരു ഒരു പ്രസ് ഉണ്ടായിരുന്നു, ആ പ്രസ്സുകാരന് അയാൾ ഇതിനേക്കാൾ പറ്റുപോയി. ആ പ്രസ്സുകാരൻ എന്ത് ചെയ്യുന്നറിയാം? ക്രിസ്മസ് ആണ്, എല്ലാ ആളുകളും ട്രീറ്റ് ചെയ്യണമെന്ന് അവിടെയുള്ള കുറേ പെൺകുട്ടികൾ പാവങ്ങൾ അവർ വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, എല്ലാവർക്കും ട്രീറ്റ് ചെയ്ത് പുള്ളി ബിരിയാണി മേടിച്ചു കൊടുത്തു. സാലറി വന്നപ്പോൾ കറക്റ്റ് 85 രൂപ കുറവ്. ഇപ്പോഴല്ലേട്ടാ 5-10 കൊല്ലം മുമ്പ്. അപ്പൊ 85 രൂപ കുറവ്. 85 രൂപ കുറവാന്ന് പറഞ്ഞപ്പോ 85 രൂപ എല്ലാവർക്കും കുറവ്. അപ്പൊ എന്താന്ന് ചെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു 85 രൂപ ബിരിയാണി. മുടിക്കനാണല്ലോ. പിന്നെ ഈ പുള്ളിയുടെ അനിയന്റെ കല്യാണം വിളിച്ചിട്ട് പോലും അവർ പോയില്ല. കാരണം വെച്ചാൽ സദ്യയുടെ കാശ് പിന്നെ എന്ത് ചെയ്താലോ സാലറി കട്ട് ചെയ്യും. അതിനെക്കാളും ഭേദാണെന്ന് തോന്നുന്നു. ഇവന്റെ കട എന്തുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാന്ന് പറയാറിയാം. എന്റെ ഓഫീസിൽ പയ്യൻ പറഞ്ഞിട്ട് വന്നേ, പയ്യനെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിയും, ഈ ചുറ്റുപാട് നിൽക്കുന്ന ആളുകളൊക്കെ അറിയും. ഇവിടെ വന്നിട്ടുണ്ട് ഈ ഓഫീസിൽ വന്ന്. അപ്പൊ വന്നിട്ട് എടുത്തു, ഇതേ
സാറേ ഈ വീഡിയോ ഉണ്ട്, ഇത്ര ഗംഭീരമായ പരിപാടിയാന്ന് പറഞ്ഞാൽ ഇതിൽ ആയിരക്കണക്കിന് ആളുകളെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. എന്താണെന്നറിയാമോ? പുള്ളിയുടെ കട ഉദ്ഘാടനം ചെയ്തത് വേറൊരാളാണ്. പക്ഷെ ആ ഉദ്ഘാടനം ചെയ്ത ആൾ അറിഞ്ഞിട്ടില്ല ഇത് ഉദ്ഘാടനം ചെയ്തതാണ്. അപ്പൊ ഭയങ്കര അതിശയകരമായിരിക്കുന്നു എന്ന് പറഞ്ഞ പറയണം. അപ്പൊ തന്നെ ജീവനെ എന്തൊരു വേഷം കെട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് ഒരു വൈകുന്നേരം കാണണോട്ടാന്ന് തോന്നി. അപ്പൊ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓഫീസ് ടൈം കഴിഞ്ഞ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഉടനെ തന്നെ പറഞ്ഞേ, ഇരിക്ക്, ഒരു 6-7 മണിയാവും, ഇരിക്ക്, നമുക്ക് പുറത്ത് ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആ കടപ്പള്ളിയിലെ കടയിലൊക്കെ പോയിട്ട്, ആ താടിയുടെ കടയിലൊക്കെ പോയിട്ട് എന്ത് ചെയ്തു, പഴംപൊരിയൊക്കെ മേടിച്ചിട്ട് വന്ന് ഞാൻ കാറിയിരുന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ തിരുത്തണം, എനിക്ക് കൂടി നാണക്കേടാണ്. ഇത് അവൻ്റെ വേഷം കെട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് റെസിഗ്നേഷൻ തന്നിട്ട് പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിൽ ഒരു 2 ലക്ഷത്തിലധികം വരുന്ന ഈ ചെറിയ പീടികകളുണ്ട്. അവരൊക്കെ ആരെങ്കിലും ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്? ഉണ്ടാ? ഇപ്പൊ താങ്കളുടെ വീടിനെ പെരുമ്പളത്ത് ഏതെങ്കിലും ഒരു കടയുടെ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്? ഒരു കട കൊടുക്കുന്നു, ഒരു വെട്ടിക്കട കൊടുക്കുന്നു, അപ്പൊ തന്നെ ഉദ്ഘാടനം വരൂ മറ്റേ എന്ത് ചെയ്യുന്നു നടത്തിയിട്ടുണ്ടാ? ഉണ്ടാ? ഇല്ല. ഞാൻ പറഞ്ഞ ഇനി പോട്ടെ, എത്രയോ ചായക്കടകൾ ഈ വൈറ്റിലും മറ്റേ നമ്മള് തൃപ്പൂണിത്തറയിലും പൂത്തോട്ടയിലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവരൊന്നും ഉദ്ഘാടനം നടത്തൂല. കാരണം അവര് സാധനം ഉണ്ടാക്കി വെക്കുന്നു, അങ്ങോട്ട് വിൽക്കുന്നു. അല്ലാതെ അവര് ഹണി റോസിന് വിളിച്ചാറ്റ് നാടോറിക്കലെടുത്തു ഇല്ല. അപ്പൊ ഇവൻ നടത്തിയിട്ടുള്ള ഇവന് വേണമെങ്കിൽ അങ്ങനെ നടത്താവുന്ന ഒരാളെ നടത്തിയിട്ടില്ലെന്ന് ചോദിക്കാം. അത് തന്നെയാണ് ഈ ലോകത്തെ എല്ലാവരും ചെയ്തേക്കണം. പക്ഷെ ഇവനെ പോലെ വക്രബുദ്ധി അവർക്കില്ലാത്തതുകൊണ്ട് അവരിത് വീഡിയോ ആക്കി വിറ്റില്ല. കേട്ടോ, ഞാൻ എൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ള ആള് എന്ത് ചെയ്തു, പിന്നെ ഇവനത് പ്ലാൻഡ് ആയിട്ടൊക്കെ തന്നെ ചെയ്തായിരിക്കുള്ളൂ. പക്ഷെ എങ്കിലും വന്ന ഒരാൾ ഉദ്ഘാടനം നടത്തിക്കണം, അയാൾ ഉദ്ഘാടനം ചെയ്തു എന്ന് അയാൾക്ക് തന്നെ അറിയാൻ പാടില്ല. ഇതെന്തോ വലിയ സംഭവമാണെന്ന് നിങ്ങളെ തോന്നിപ്പിക്കാൻ വേണ്ടി ഈ മണ്ടൻ എടുക്കുന്ന പണിയാണിത്. പിന്നെ ഇവൻ നാവടച്ചില്ലെങ്കിൽ ഈ സാധനം കൂട്ടിപ്പോവും. പിന്നെ ഇവന്റെ അടുത്ത തള്ളുണ്ടോ, അതും കൂടി കേൾക്കട്ടെ. അതാണ്ട് ഏറ്റവും മെയിൻ, ഇതിൻ്റെയൊക്കെ മെയിൻ അതാണ്. ഈ ബൈജൂസ് ആപ്പും ബാക്കിയുള്ള ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുക്കാതെ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങോട്ട് ക്ഷണിക്കായിരുന്നു. അല്ലാതെ ബൈജൂസ് ആപ്പിന്റെ വിറ്റുവരവ് ലാസ്റ്റത്തെ ഇയറിൽ പോലും 2236 കോടിയുള്ളൂ. പക്ഷെ ഖത്തർ വേൾഡ് കപ്പ് സ്പോൺസർ ചെയ്തു. ഖത്തർ വേൾഡ് കപ്പ് സ്പോൺസർ ചെയ്ത് 3 പേരുണ്ട്. അതിൽ ഒന്ന് കിയ, 4 ലക്ഷം കോടി ടേൺ ഓവർ. രണ്ടാമത്തത് ഖത്തർ എയർവേസ്, 1 ലക്ഷം കോടി ടേൺ ഓവർ. ബൈജൂസ് ആപ്പ് 2436 കോടി ടേൺ ഓവർ. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റും കമ്പനിയൊക്കെ വലുതാണെന്ന് കാണിച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് മേടിക്കും. അങ്ങനെ 10-16 പേര്, കനേഡിയൻ പെൻഷൻ ഫണ്ട്, റോയൽ രാജകുടുംബങ്ങള്, അതുപോലെ തന്നെ മാർക്ക് സുക്കർബർഗ്, ഇത്തരം ആളുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു. അതായത് കമ്പനിയാണ് അവർ സെല്ല് ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെയുള്ള ചെറിയൊരു പരിപാടി എന്താ വെച്ചാൽ ഇവന്റെ ബ്രാൻഡ് നെയിം സെല്ല് ചെയ്യാനായിട്ട് ഇവൻ പറയുന്നത് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് ദേഷ്യം തന്നെ, ചെയ്യണമെന്നും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ വെറുതെ ഇരിക്കുന്ന പണം ഉണ്ടാവും. വെറുതെ, അതായത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ പണം ഇങ്ങനെ വെറുതെ ചാരി കസേരയിൽ ഇങ്ങനെ കിടക്കും, ഒന്നും ചെയ്യാതെ പോടാ പണിക്കോടാ എന്ന് പറയുമ്പോൾ അവൻ പണിക്ക് പോകുന്നില്ല, പിന്നെയും ഇരിക്കണം അങ്ങനെ. പിന്നെ നമ്മൾ പറയും പണിക്കോടാ, പിന്നെ നമ്മൾ വടിയെടുത്ത് അടിക്കുന്നു, അപ്പോഴും പണിക്കോളാം. അപ്പം എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പറയണം, ഇനി നിന്നെ നന്നാക്കാൻ ഒറ്റ വഴിയുള്ളെന്ന് തോന്നി നേരെ മൃണാളിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പം ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ 2 കാര്യങ്ങൾ വെറുതെ ഉണ്ടാവുന്നതാണ്. ഒന്ന് ഇത്, അല്ലെങ്കിൽ രണ്ടാമത്തെ എന്താണെന്ന് അറിയാം, വെറുതെ കിടക്കുന്ന റെസ്റ്റോറൻറ്റ്, നിങ്ങൾ നടത്താതെ ഇങ്ങനെ പൂട്ടിക്കിടക്കുന്ന റെസ്റ്റോറൻറ്റ്, അത് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് ഞങ്ങളോട് പറയാം, അപ്പം ഞങ്ങൾ നടത്താം, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം, നമുക്ക് നടത്താം. വാടക വേണ്ട. കാരണം എന്ന് വെച്ചാൽ എന്തായാലും വെറുതെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാന്ന് പറഞ്ഞാൽ വാടക കൊടുക്കില്ലെന്ന് നമുക്കറിയാമല്ലോ, സംസാരിക്കാം. എന്നിട്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് കാണിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങോട്ട് സ്വീകരിക്കുകയാണ്. നമുക്ക് ജനത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആ വെറുതെ ഇരിക്കുന്നവന് ഉപയോഗപ്പെടുത്താം. ഏത് പണം ഉപയോഗപ്പെടുത്തും. ഈ പണമൊക്കെ വെറുതെ ഇരിക്കുന്നത് ഞാൻ ഇപ്പോഴായിട്ട് അറിയാം. പണമൊക്കെ ചിലപ്പോൾ വെറുതെ ഇരിക്കും, വെറുതെ കിടക്കും, മടി പിടിച്ച് വെറുതെ 9 മണിക്ക് 12 മണിയായാലും അവനെ എഴുന്നേക്കില്ല. അപ്പൊ നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, മൃണാളിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, മൃണാളിനെ എടുത്തുകൊണ്ടേ ആക്കുക, ചിട്ട പഠിപ്പിക്കുക. അപ്പൊ മൃണാൾ എന്ത് ചെയ്യും, മൃണാൾ ആ പണം ഉപയോഗിച്ച് ബിസിനസ് എടുത്തു. ഇതൊക്കെ നമുക്ക് സഹിക്കാം. ഇതൊക്കെ സഹിക്കാം. പിന്നെ എനിക്കിതൊരു ഭയങ്കര ഹെയ്റ്റ് ക്യാമ്പയിനാണ്. ഹെയ്റ്റ് ക്യാമ്പയിൻ എന്തിനാണെന്ന് എനിക്കറിയില്ല. ആളുകൾക്ക് അസൂയ ഭയങ്കര. അതിന്റെ പുറകിൽ ചില വേറെ ഇവൻ നേരത്തെ ചെന്ന് എല്ലാ ഹോട്ടലിലും ചെന്ന് അവരുടെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞേക്കണവരുണ്ട്. മനസ്സിലായി? എന്തൊരു ആക്രാന്തമാണ് ഈ ഹോട്ടലിൽ. നിങ്ങൾ ആദ്യമേ തന്നെ പണം മേടിക്കുകയാണ്. അംബിസ്വാമി
ആദ്യം പണം മേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് തന്നെ ഒരു ആക്രാന്തത്തിന്റെ ലക്ഷണമാണ്. പുള്ളി ഹോട്ടൽ തുടങ്ങി, ആദ്യം തന്നെ പണം കൊടുക്കണം. അതെന്താ? അത് പക്ഷെ വ്യത്യാസമുണ്ട്. അവിടെ സപ്ലയർ ഉണ്ട്, ഇവിടെ സപ്ലയർ ഇല്ല. നോക്കണേ, മക്ഡൊണാൾഡും KFC ഒക്കെ കൊണ്ടുവന്ന അതേ മോഡലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അവര് പോലും ഇതുപോലെ സാധനത്തിൽ എന്ത് ചെയ്തിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇവന്റെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാത്തിലും ക്വാണ്ടിറ്റി വളരെ കുറവും പ്രൈസ് വളരെ കൂടുതലും. പാചകടി എന്ന് ബിരിയാണി തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു 200 ഗ്രാം കുറവാണ്, ഒരു പീസ് കുറവാണ്. പക്ഷെ ഡയലോഗ് എന്ത് ചെയ്യും? അതൊക്കെ മേലെ നിൽക്കും. ഇത്രോളം പാത്രത്തിലാണ് എന്ത് ചെയ്യണത്? ഈ സാധനമില്ല, ഈ സാധനം അത് ഇതിന്റെ റൗണ്ട് ആക്കി എങ്ങനെ ഉണ്ടാവും, അത്രോള്ള പാത്രത്തിലാണ് ഈ കറി കൊണ്ടുതരുന്നത് തന്നെ. പിന്നെ ഇവന്റെ കടയിൽ പോയുള്ള ആകെയുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എഴുന്നേറ്റ് അവിടെ ചെന്ന് വീണ്ടും ഓർഡർ ഒന്നും ചെയ്ത് കഴിക്കൂല. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ അത്രയും വെച്ച് നിർത്തിയിട്ട് നമ്മൾ സ്ഥലം വിട്ട് അറ്റ്ലീസ്റ്റ് വെള്ളമെങ്കിലും തരുമോ? ഓടിക്കളയും. വെള്ളമില്ല, അത് നമ്മൾ ആ വെള്ളം നമ്മൾ പോയി എടുക്കണം. എല്ലാം സെൽഫ് സർവീസ്. വെള്ളം നമ്മൾ പോയി എടുക്കണം. വെള്ളം പിന്നെ വെള്ളത്തിനൊക്കെ ഭയങ്കര ഡയലോഗാണ്. ഡയലോഗിന്റെ അവയിലുണ്ട്. ഞാൻ ക്രിക്കറ്റ് കളി കാണാൻ നിങ്ങൾ രാത്രി ഷോപ്പിൽ വന്ന് ഫ്രീ ആയിട്ടിരുന്ന് കളി കണ്ടോളൂ. കാണാൻ വരുന്നവർക്കെല്ലാം കട്ടൻ ചായ ഫ്രീ ആണ്. ഇത് കുഴപ്പമില്ല. പിറ്റേ ദിവസം വീണ്ടും അടുത്ത കളി. ഇന്നലെ അങ്ങനെ കട്ടൻ ചായ ഒരു ആവേശത്തിന് ഞാൻ കയറി കട്ടൻ ചായ ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ 100-100 ആളും വന്ന് ഭയങ്കരമായിട്ട് കട്ടൻ ചായ ചെലവാകുകയും ചെയ്തു. കുറെ കാശും പോയി. തിന്നതൊക്കെ അവിടെ ദഹിച്ചിട്ടുണ്ടാവും. പിന്നെ പുതിയ നമ്പർ നിങ്ങളിപ്പോൾ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു ജഗ്ഗിൽ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ടാവും. അതെന്ന് വെച്ചാൽ ലെമൺ ടീ ആണ്. ചൂടാക്കി തരാൻ നമുക്ക് പറ്റില്ല. ലെമൺ ടീ ആണ്, അത് ചൂടില്ല. നിങ്ങൾ കുടിച്ചോളൂ, എത്ര വേണമെങ്കിലും എന്ത് ചെയ്യും. ഇപ്പൊ പുള്ളി പറയണെന്ന് വെച്ചാൽ മറ്റേ ബില്ല് അയച്ചു കൊടുത്താൽ ഇഷ്ടപ്പെട്ടില്ല, ഫുഡ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ബില്ല് അയച്ചു കൊടുത്താൽ പണം തരുമെന്ന്. അതുകൊണ്ട് ഇപ്പോൾ കുറേ പേര് അവിടെ വന്ന്, അല്ലെങ്കിൽ ആ ഹോട്ടലിൽ ഒരു മനുഷ്യനില്ല, നമുക്ക് കാണുമ്പോൾ സങ്കടം തോന്നും ശരിക്കും. അപ്പം ഞാനിത് ഇടക്കിടക്ക് കയറുന്നത് എനിക്ക് ഈ തള്ളുകാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ എന്താണ് അതുകൊണ്ട് നമ്മൾ നേരെ കയറി ചെന്ന് എന്ത് ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്ത് എനിക്ക് കുറച്ച് കാശ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനും നമ്മൾ ആ കാശ് വെച്ച് തിന്നണം, അതിനും അത് അവനും കൂടി കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. പിന്നെ എന്നോട് ലാസ്റ്റ് കൊച്ചു വീഡിയോ ചെന്നപ്പോൾ വൈഫും കൊച്ചൊക്കെ പറഞ്ഞു ഇനി ആ വീഡിയോ അവിടെ വിളിച്ചിട്ട് കൊടുത്തു പറഞ്ഞു ഞങ്ങളാ. കാരണം എന്ന് വെച്ചാൽ ഈച്ച എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഷെയ്ക്ക് മേടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഷെയ്ക്കൊക്കെ മേടിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ, മറ്റേ ഗ്ലാസ് ഓക്കെയാണ്, മറ്റേത് ഓക്കെയാണ്, മറ്റേ സ്ട്രോ ഫ്രീ അല്ല, അതിന് കാശ് കൊടുക്കണം. സ്ട്രോയ്ക്ക് കാശ് കൊടുക്കണം. അപ്പൊ ഒന്നും ഫ്രീ അല്ല, സ്ട്രോക്കുള്ള കാശ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പക്ഷെ അതങ്ങനെ ഇവര് ഉൾപ്പെടുത്തുന്നില്ല. ചുണ്ട് ഫ്രീ ആണ്, പക്ഷെ ചുണ്ട് നമ്മുടെ തന്നെ ഉള്ളത് കാരണം ഫ്രീ ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ചുണ്ടിന് പുള്ളി എന്ത് ചെയ്തേ കാശ്. അപ്പൊ ഇങ്ങനെയുള്ള വേഷം കെട്ടുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മൃണാളിനോട് പറയാനുള്ളത്, മൃണാളെ തൃപ്പൂണിത്തറ പൂട്ടി, തൃപ്പൂണിത്തറയിൽ മറ്റേ വാഴയിലയിൽ പുഴു കണ്ടു. പുഴു മറ്റേ കിഴി പൊറോട്ടയിൽ എന്ത് ചെയ്തു, പൊറോട്ട വിത്ത് ബീഫ് വിത്ത് പുഴുവായിരുന്നു. അപ്പോൾ വിത്ത് പുഴു കണ്ടപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ആളുകൾ എന്ത് ചെയ്തു. എന്നാൽ അത് സമ്മതിക്കോ? പുള്ളി ജന്മം ചെയ്ത് സമ്മതിക്കില്ല. പിന്നെ പുള്ളി പോയി ഒരുപാട് വ്ളോഗ് ചെയ്തായിരുന്നു വേറെ കുറെ ഹോട്ടൽ. അതിൽ ചില ഹോട്ടലുകളെ പുള്ളി രാജപ്പൻ ചേട്ടന്റെ ബീഫ് അതെന്തൊരു വികാരമാണെന്ന്. ആഫ്റ്റർ 1 വീക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിക്കാർ വന്ന് രാജപ്പൻ ചേട്ടനെ പൊക്കിക്കൊണ്ടുപോകണം, പഴകിയ ബീഫ് പിടിക്കുകയാണ്. ദൈവമേ, വികാരം തീർന്നു. ആകെ ഉള്ളത് എനിക്ക് തോന്നുന്ന കർണാടകത്തിൽ ചെന്നപ്പോൾ ഒരാൾക്ക് മനസ്സിലായി, അയാൾ അപ്പം തന്നെ ഇവിടെ കെട്ടോട്ടടിച്ച് നിന്റെ മറ്റേ ഇത് ഫുഡ് ബില്ല് കൊടുക്കാൻ ബില്ലൊന്നും എനിക്ക് വേണ്ട, എന്നെ ഷൂസിന്റെ പകുതിയുടെ പകുതി കാശില്ല നിന്റെ ബില്ല് കൂടാക്കുന്നത്. അതെന്താണെന്ന് പാടില്ല. അപ്പൊ എനിക്ക് തോന്നണത് ഇവന്റെ വീഡിയോ കണ്ടിട്ടുള്ള ഒരാളായിരിക്കും. ഇവൻ പറഞ്ഞ കാരണം എന്താണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലെന്നാണ്. ഒറ്റ കാരണം അതിനുള്ളൂ, ഇവന്റെ വീഡിയോ അയാള് മലയാളം അറിയാത്ത അയാള് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇട്ട് കണ്ടിട്ടുണ്ടാവും. ഒറ്റ വീഡിയോ. അപ്പോഴാണോ എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഒന്നും വേണ്ട. ഇവിടെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇപ്പൊ ഊണിന് 20 രൂപ അല്ലെങ്കിൽ 14 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്, കറിക്ക് ഓരോന്നിനും കാശ്. ഈ ഊണൊക്കെ രണ്ടാമത് ചോദിച്ചാലോ? അടുത്ത പാത്രത്തിൽ വേറെ. എന്നിട്ട് ഇവൻ പറയണ എന്താന്ന് വെച്ചാല് ഇതെല്ലാം മറ്റേ ബാക്കിയുള്ളിടത്ത് എല്ലാം മായമാണ്. ഇവൻ പറയണ ഇവന്റെ വെളിച്ചെണ്ണക്ക് 450 രൂപ കിലോ, 450 രൂപയാണ്. ഇവനുണ്ടാക്കുന്ന നെയ്യ് എന്ന് പറയുന്നത് പശുവിനും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ പശു നേരിട്ട് കൊടുക്കുന്നതാണ്. അമൂലിന്റെ നെയ്യ് മോശമാണ്, മിൽമയുടെ നെയ്യ്, അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട് ഇവൻ പറയുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏതിനോടും കയറി അഭിപ്രായം വന്നിട്ട് ഒരു ലിറ്റർ 2 ലിറ്റർ പാലെങ്കിലും മേടിച്ചാലേ ഒരു പ്രപ്പോർഷൻ പറയുന്നുണ്ട്. അതൊക്കെ കറക്റ്റാണ്. അതിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
പക്ഷെ അങ്ങനെ അപ്പം എങ്ങനെ നീ ഉണ്ടാക്കും, എങ്ങനെ നീ ഉണ്ടാക്കും, ശരിക്കും പറഞ്ഞാൽ അപ്പം നഷ്ടത്തിലായിരിക്കുമല്ലോ ഇവർ കൊടുക്കുന്നത്. പിന്നെ നഷ്ടം, അത് ഇവന്റെ ഫുൾ ടൈം നഷ്ടത്തിലാണ്. ഏത് ജിത്തു ജോസഫായിട്ടൊരു വീഡിയോ ഉണ്ട്. ജിത്തു ജോസഫിന്റെ വീട്ടിൽ ചെന്ന് ഇവ കലം ബിരിയാണി ഓർഡർ ചെയ്ത് 1300 രൂപ കലം ഞാൻ മേടിച്ചു നോക്കിയിട്ടുണ്ട്. കലം ബിരിയാണി ഓർഡർ ചെയ്ത് കലം പൊട്ടിച്ച് ജിത്തു എല്ലാവരും കൂടി കഴിക്കണം. അപ്പൊ ഈ കലം എവിടെ നിന്നാണെന്നറിയാം? കലം ശിവകാശി, മറ്റേ പാളനി, മറ്റേ മധുര, അവിടെ നിന്നൊക്കെ വേണ്ടായി കൂടെ പ്രത്യേക കലമാണത്. കലത്തിന് എത്ര രൂപ? കലത്തിന് 50 രൂപ, 100 രൂപ. പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പോൾ 1300, 1400 രൂപ ബിരിയാണിക്ക്. അപ്പൊ ഇതെല്ലാം എന്നിട്ട് പിന്നെ ഇതെങ്ങനെ കൊടുക്കണം? അപ്പൊ നഷ്ടവുമില്ലേ എന്ന് ചോദിക്കുന്നത് ആര്? ജിത്തു. കാരണം ജിത്തുവിന്റെ ആശം കൂടി ഇതിനകത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണം. അല്ലെങ്കിൽ ജിത്തു ആ വേഷം കെട്ടിരിക്കൂല. ജിത്തുവിന്റെ അഭിനയം ഏത്? ജിത്തുവിന്റെ അഭിനയം മറ്റേ ഇതുപോലെ കല്യാണ തുടുപുടിയിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞില്ലേ, അതുപോലെയുള്ള നഷ്ടമാണല്ലോ നമ്മുടെ മെയിൻ. നമ്മള് നഷ്ടം എന്തിനാണ്? ഇവന് 1500 രൂപ ചെലവാക്കി 1600 രൂപ എന്ന് പറഞ്ഞാൽ പോരെ. അതെന്താ കുഴപ്പമുള്ളത്? അപ്പൊ ഇവരുടെ നഷ്ടത്തിലല്ലാതെ നമ്മുടെ പരിപാടി നടക്കൂല. പിന്നെ ഇവന് മാത്രമല്ല, ഇവന്റെ അടുത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ മൊത്തം നഷ്ടത്തിലാണ്. കാരണം എന്താ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയണേ. എനിക്കതിന് ഭയങ്കര ഹെയ്റ്റ് ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. ആ ഹെയ്റ്റ് ക്യാമ്പയിനൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഇൻവെസ്റ്റേഴ്സ് വിളിച്ച് എന്നെ പ്രഷറൈസ് ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ ഒരു ഇൻവെസ്റ്റർ വിളിച്ചിരുന്നു. അയാൾ വലിയ തോതിൽ ഇൻവെസ്റ്റ് എൻ്റെ കമ്പനിക്കകത്ത് ചെയ്തിട്ടുള്ള ഒരാളാണ്. അയാൾ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, അതായത് ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ നടന്ന് കടയിലൊരു മനുഷ്യനില്ല, കച്ചവടം നടക്കുന്നില്ല, ഇതൊക്കെ ഓക്കെ അപ്പോൾ ഓക്കെ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പുള്ളി ചോദിച്ചു, ശരിക്കും നമ്മുടെ ഈ ഇറാഖ് ഇസ്രായേൽ പ്രശ്നത്തിന്റെ തുടക്കം എവിടെ നിന്നാണ്? അതും ഇതും തമ്മി അല്ല, ഇത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ 50 ലക്ഷം, 1 കോടി, 2 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ കുറിച്ചൊക്കെ റിട്ടേൺ കിട്ടുമെന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുക? ചിന്തിക്കുക. അത് വേണേ നീ എടുത്തോളാ, കുഴപ്പമില്ല. അതാണ്. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ യഥാർത്ഥത്തില് ശരിക്കും പറഞ്ഞാൽ ട്രംപും മറ്റേ നമ്മുടെ എലോൺ മസ്കും തമ്മിലുള്ള പ്രോബ്ലം എന്താണ്? വാട്ട് ഈസ് ദ പ്രോബ്ലം ഹിയർ? വൈ ദേ വർ ബീൻ സെപ്പറേറ്റഡ് ആൻഡ് വൈ ദേ വർ, മനസ്സിലായി? അത്തരം പ്രശ്നങ്ങൾ. അല്ലാതെ ഹോർമൂസ് കടലിടുക്കിലൂടെ വരുന്ന കപ്പലുകൾ എന്തുകൊണ്ട് വൈകുന്നു? ഇവനാരോടെ തള്ളണത്? ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ നഷ്ടം. അതായത് ഈ കാണുന്ന കേരളത്തിലെ മുഴുവൻ പേരും പൊട്ടനാണ്. ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞാൽ ഞാൻ പിണറായി തോക്കുമെന്ന് വിചാരിച്ച ഒറ്റ സന്ദർഭമുള്ളൂ. അതേതാണെന്നറിയാം, ഇവൻ ഇടതുപക്ഷക്കാരനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതായത് ഇവൻ മറ്റേ ലൈറ്റൊക്കെ വെച്ച് മറ്റേ എന്ത് ചെയ്തേക്കണ്, സംസ്ഥാന സമ്മേളനം എന്താണ്ട് CPM പരിപാടി നടക്കുമ്പോൾ വീട്ടിലെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്ത് പോയിട്ട് അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു, ദൈവമേ, 5000 വോട്ട് പോയി കിട്ടി. അല്ലാണ്ട് തന്നെ പോകാനുള്ളവർ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ല ഞാൻ പറയണത്, ഈ സത്യം പറഞ്ഞ അല്ല ഞാൻ പറയണത്, താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഈ പലതുള്ളിയാണ് പെരുവെള്ളമാണ്, മനസ്സിലായി? ഇങ്ങനെ കുറെ വയ്യാവേലികൾ അടുത്ത് വന്ന് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഇത് ഒന്ന് ആലോചിച്ച് നോക്കി, ഇവർ ആരോടെ ഈ പറയണത്? 50 ലക്ഷം, 1 കോടി, 2 കോടിയും ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവൻ ഒന്നാമത്തെ അവിടെ തിരക്കിലായിരിക്കും. അവൻ വിളിച്ച് ഇവനോട് ചില തമാശകൾ പറയുന്നത്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ സംസാരിക്കുന്നു, ചർച്ച ചെയ്യും. ആരോട്? ഇയാളോട്, മൃണാളിനോട്. അദ്ദേഹമാണല്ലോ ട്രംപിന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ചായ കുടിച്ചിട്ട് കൈനിറങ്ങി വന്നത്. ട്രംപിനുമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നം, പിന്നെ മറ്റേ ആഫ്രിക്കൻ കൺട്രീസിലെ പോവർട്ടിയുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ ഭരണകൂടങ്ങൾ സ്ഥിരമായി നിൽക്കാത്തതിന്റെ പ്രശ്നം. ഇതുപോലെയുള്ള തള്ളുകള് ഇങ്ങനെ പറഞ്ഞ് ഈ നാട്ടുകാരെ എന്ത് ചെയ്യുന്നു, ഫുഡൊന്നും അത്ര കുഴപ്പമില്ല. പിന്നെ ആളുകൾ ആവശ്യമുള്ളവർ പോയി കഴിക്കുമ്പോൾ 158 രൂപയുടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു മേക്ക് ബിലീഫ് ആണല്ലോ, മോഹൻലാലൊക്കെ പറയുന്ന പോലെ മേക്ക് ബിലീഫ്. ആ മേക്ക് ബിലീഫിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, മറ്റേ ഇത് പറയുന്നു, മറ്റേ നമ്മൾ ഇവിടെ എല്ലാം നല്ലതാണ് ഉപയോഗിക്കുന്നത്, മറ്റേ ശുദ്ധമായ നെയ്യാണ്, ശുദ്ധമായ വെളിച്ചെണ്ണയാണ്, ശുദ്ധമായ മറ്റേ അരിയാണ് എന്നൊക്കെ പറഞ്ഞാൽ പല കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് കഴിക്കും. അപ്പൊ അത് ആളുകൾ പോയി കഴിച്ചോളും. അത് ആളുകൾ പോയി കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് ഈ തള്ളും വേഷം കെട്ടും പിന്നെ അടിക്കടി റേറ്റിന്റെ വർധനവും പ്ലസ് മറ്റേ ഇതിന്റെ സാധനം കുറച്ചും കൊണ്ടുവന്നേത്. ആദ്യം ഇത് ഇത്രയുള്ള പാത്രമായിരുന്നു, പിന്നെ അത് ഇത്രയുള്ള പാത്രമായി, പിന്നെ കുറച്ചുകൂടി ചെന്നപ്പോ പിന്നെ കുറച്ചുകൂടി പോയപ്പോ ഞാൻ കുപ്പിപ്പൂള പ്രതീക്ഷിച്ചിട്ട് പോയി.
അല്ല അദ്ദേഹം എല്ലാരും നന്നാക്കാൻ നടക്കാണല്ലോ. അപ്പൊ ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടായിരിക്കും നമ്മളൊക്കെ ഇത്ര കഴിക്കാവൂ, എല്ലാരും ഒന്ന് ഡയറ്റ് ഒക്കെ നോക്കണമല്ലോ, അതിന് വേണ്ടിട്ട് അദ്ദേഹം മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും. എന്റെ ഇതൊക്കെ നിങ്ങളെ ഒരു കാര്യമൊക്കെ അഭ്യാസമൊക്കെ ഇറക്കാം, പക്ഷെ മുഴുവൻ അങ്ങടെ അഭ്യാസവും മനസ്സിലായി, എല്ലാത്തിലും അഭ്യാസം. ഏത് ഇന്റർവ്യൂ വന്നാലും അതിലൂടെ സാധനം സെല്ല് ചെയ്യും. അതായത് ഇപ്പൊ ഒരു ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കണം, അപ്പൊ രാവിലെ ഇപ്പൊ എത്രയായി? 9. അപ്പൊ 9 തന്നെ ബില്ല് 350 പേരുടെ ബില്ലടിച്ചു. ഭയങ്കരം. അപ്പൊ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അതിനിപ്പോ കട തുറന്നിട്ടില്ലല്ലോ, 8 മണിക്കായിട്ട് തുറന്നിട്ടില്ലല്ലോ. പിന്നെ നമ്മളിപ്പോ വരുമ്പോ ഇവിടെ ആരും ഉണ്ടായില്ലല്ലോ, പിന്നെ അങ്ങനെ 350 രൂപ അടിക്കണത്. അപ്പൊ അവിടെ നിന്ന് മറ്റേ പുള്ളി ഇന്റർവ്യൂ എടുക്കുന്നത് ആദ്യം ഇന്നലെ മറ്റേ റീസ്റ്റാർട്ട് ചെയ്യാൻ മറന്നുപോയതായിരിക്കും. അപ്പൊ മറ്റവര് അത് റീസ്റ്റാർട്ട് ചെയ്യാൻ മറന്നുപോയത്. അല്ലാതെ പിന്നെ ആളുകൾ ഇങ്ങനെ ക്യൂ നിന്ന് ഫുഡ് കഴിക്കാൻ ആദ്യം അങ്ങനെയൊക്കെ ഉണ്ടായി. ആദ്യം ചെല്ലുമ്പോൾ ക്യൂ എന്നിട്ട് ഇവൻ അടുത്ത ദിവസം പിറ്റേ ദിവസം വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നു. ശരിക്ക് പറഞ്ഞാൽ ക്ഷമിക്കണം പ്രിയപ്പെട്ട ഉപഭോക്താക്കളെ, ക്ഷമിക്കണം, ഉണരൂ ഉപഭോക്താവ് ഉണരൂ. ഞാൻ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പെർ മിനിറ്റിൽ 5 പേരെ ആണ് ഞങ്ങളിപ്പോൾ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ പെർ മിനിറ്റിൽ 7 പേരാക്കാൻ വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്ന്, അതായത് ഇവിടുത്തെ ഇപ്പം ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ജനത്തിന് അത് എന്താ ഔട്ട്കം എന്ന് മാത്രം കണ്ടാൽ മതി. അല്ലാതെ ഞാനിവിടെ നിന്ന് മറ്റേ ഇങ്ങനെയാണ്, ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി, മറ്റതുണ്ടായി, ലൈറ്റ് പോയി, കറണ്ട് പോയി, പവർ കട്ടാണ്, ഇതൊന്നും ജനത്തിന് അറിയണ്ടാവില്ല. ജനത്തിന് അറിയേണ്ടത് എന്തുമാത്രമാണ് കൊടുക്കുന്ന ഈ സാധനം പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കിട്ടുമോ, എത്ര ക്യൂ കുറച്ചു നേരം നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ്. അതിന് വേണമെങ്കിൽ അവിടെ 2ാമതൊരു കൗണ്ടർ 3ാമതൊരു കൗണ്ടർ കൂടി ഓപ്പൺ ചെയ്താൽ മതി. അത് ചെയ്യാതിരുന്ന നന്നായി. കാരണം ഇപ്പൊ 2 കൗണ്ടറില്ല, ഇപ്പൊ 1 കൗണ്ടറേ ഉള്ളൂ. മനസ്സിലായി? വെറുതെ ആവശ്യമില്ലാതെ അത് ഓപ്പൺ ചെയ്യാതിരുന്ന നന്നായി. കാരണം ആ പരിപാടി ചീറ്റിപ്പോയി. അപ്പൊ ഇതുകൊണ്ട് ഈ സംഭവം തുടക്കത്തിലെ ആളുകളൊക്കെ വന്നിരുന്നു. പക്ഷെ ഇതുപോലെയുള്ള തള്ളിന്റെ മാസ്റ്ററിങ് ആണ് പുള്ളി നടത്തിക്കൊണ്ട്, തള്ളിന്റെ മാസ്റ്ററാണ്. ഇടയ്ക്ക് പുള്ളി മറ്റേ മാസ്റ്റർ ക്ലാസ് ഒക്കെ എടുത്തിരുന്നു, അത് റെസ്റ്റോറൻറ്റിനെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും. പിന്നെ മറ്റേ മാരിയറ്റിൽ ക്രൗൺ പ്ലാസയിലൊക്കെ ചെന്നിരുന്നിട്ട് ക്രൗൺ പ്ലാസയിൽ ചെന്നിരുന്ന പുള്ളിയുടെ ഡയലോഗ് അത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് കണ്ട 5 ഡയറികൾ 1 2 3 4 5 1 2 3 4 5 5 ഡയറികളിൽ എന്ന് പറഞ്ഞാൽ 5 പേർക്കുള്ളത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 5 റെസ്റ്റോറൻറ്റുകൾ തുടങ്ങാനായിട്ട് ഞാൻ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 5 ഡയറികളിൽ ശ്രദ്ധിച്ചേക്കണം, 5 ഡയറികളിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. എന്തിന്? അവന്റെ കഴിഞ്ഞ ദിവസം വന്ന പുള്ളി പറയണ്ട, ഇതെന്റെ ലാപ്ടോപ്പ്, ഇതിനകത്തുണ്ടല്ലോ നിരവധി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, പണി ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ലാപ്ടോപ്പിൽ ഓരോരോ ഫയലായിട്ട് ഓപ്പൺ ചെയ്ത് ഇതങ്ങ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് പിന്നെ അതിൽ ചേഞ്ചസ് വരുത്തിയാൽ പക്ഷെ അപ്പൊ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാമോ, ലാപ്ടോപ്പിൽ ഓരോരോ ഫയലാന്ന് പറയുമ്പോൾ ആളുകൾക്ക് വലിയ ഫീൽ ചെയ്യില്ല. മറ്റത് ഇത്രയുള്ള 5 ഡയറികളിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിത് കേട്ടപ്പോ അന്ന് തന്നെ അറിയേ എന്തൊരു തള്ളാടോ. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം. സ്വന്തം കട തുടങ്ങുമ്പോഴത്തേനും ഈ മനുഷ്യൻ എന്തോ ഇങ്ങനെ പോയേ. പിന്നെ യൂട്യൂബ് ഉള്ളിൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് അറിയാം, അതാണ് 1.5 വേറൊരു തള്ളു. റാസൽ ഖമയിലെ ബിസിനസ്സിൽ തിരക്കമായി നടക്കുന്ന അപ്പൻ, ക്ലബിൽ മറ്റേ ഇതെന്ന് പറഞ്ഞ് മറ്റൊരു പ്രേമം സിനിമയെ പറയുന്നില്ലേ, അതേപോലെ തന്നെ പുള്ളിയുടെ തള്ളു. ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ക്ലാസ്സുകളിൽ മാത്രം യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഒരു സുപ്രഭാതത്തിൽ റോട്ടിൽ വന്ന് തകർന്നടിഞ്ഞ് റോട്ടിൽ നിൽക്കാൻ ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ ഞാൻ യൂട്യൂബ് തുടങ്ങി. എന്നിട്ട് ഫുഡ് ബ്ലോഗുകൾ ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ പിന്നെയും കളഞ്ഞു. ആർക്ക് വേണ്ടി? നന്നാകൂ കേരളമേ, നന്നാകൂ. ഇല്ല, നന്നാവൂല, എനിക്ക് നിന്നെ സഹായിക്കണം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സഹായിക്കാതെ ഞാൻ വിട്ടില്ല ഞാൻ. എനിക്ക് പുള്ളിനെ കാണുമ്പോണ്ടല്ലോ ഈ നിസാര എന്താ ഒരു സദ്യ ഇപ്പൊ ഫുൾ ഓർഡർ ചെയ്യണമെങ്കിൽ എത്ര രൂപയാകുമായിരിക്കും? 20 രൂപയുടെ സദ്യ ഇപ്പൊ ഓടത്തില്ല. ഞാൻ വേണമെങ്കിൽ പുള്ളിക്ക് ഒരു ഫ്രീ പ്രൊമോഷൻ കൊടുക്കാം. ആദ്യം 159 രൂപ, ഇപ്പൊ 189 രൂപ. ഇനി ഒരാഴ്ച കൂടി കഴിയുമ്പോൾ അത് 259 രൂപ. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ അത് 349 രൂപ. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ അത് 500 രൂപയാണ്. അപ്പൊ 500 രൂപയുടെ സദ്യയാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നത്.
ഒരു പ്രത്യേകതയുണ്ട് ഈ സദ്യക്ക്. എത്ര പേരിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. എത്ര വേണേലും ഓർഡർ ചെയ്യാം. 50, 100, 500, 1000 ഓർഡർ ചെയ്യാം. എത്ര ഓർഡർ ചെയ്താലും പ്രശ്നമില്ല. ഇപ്പൊ ഓർഡർ ചെയ്താൽ 140 കിട്ടും. എന്റെ പൊന്നോ, ഈ മാർക്കറ്റിംഗ് ഇങ്ങനെ മനസ്സിലാവാത്തോണ്ടാണോ ചിലപ്പോ ഇങ്ങനെ തള്ളുന്നത്? പൊട്ടനാണോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ചുറ്റും നിൽക്കുന്നവർ മുഴുവൻ ഇതുപോലെയുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എനിക്ക് ആകെ ചോദിക്കാനുള്ളത്, ജിത്തു ജോസഫിന്റെ ദൃശ്യം പൊട്ടിയത് പോലും ഇവരായിട്ടുള്ള കമ്പനിയുടെ പുറത്താണെന്ന് എനിക്ക് സംശയം. പിണറായിക്ക് ഭരണം പോയതുപോലെ പിണറായി പിന്നെ നേരിട്ടൊന്നും അടുപ്പിക്കില്ല. പിണറായിക്ക് ഇത് കേട്ട തലക്കെട്ടടിച്ച് വിട്ടാരാ അപ്പം തന്നെ. ഏത് പിണറായിക്ക് വയ്യെങ്കിൽ പോലും പുള്ളി എന്ത് ചെയ്താരേ അടി കൊടുത്തു. അപ്പം കാരണം പുള്ളിയൊന്നും ഇതുപോലെയുള്ള ആളല്ല, മറ്റേ ഈ പൊക്കാളിത്തരത്തിലൊന്നും പുള്ളി വീഴൂല. പക്ഷെ ജിത്തു ജോസഫ് എനിക്ക് തോന്നുന്നത് മറ്റേ ഇത് പുള്ളി പഴുതേക്കണം. അതുകൊണ്ടാണ് ഇത് കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലും ഉണ്ടല്ലോ എന്ന് ചോദിച്ചേക്കണ. തൊടുപുഴയിലും ഉണ്ട്. അപ്പൊ കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലും ഉണ്ട്. അവർക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ദൃശ്യം 3 പെട്ടി കയറി. ഇപ്പൊ 2 കടയാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഉള്ളതെന്ന് തോന്നുന്നു. 3 എണ്ണം. ഒന്ന് MG റോഡിൽ പുതിയത് തുടങ്ങി, രണ്ടാമത്തേത് മറ്റേ ഇവിടെ വൈറ്റിലെ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. വൈറ്റിലെ ഏതോ ഗുദാമിൽ തുടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തത് എടപ്പള്ളിയിലുള്ളത് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. എടപ്പള്ളിയിൽ വേറൊരു കാര്യം പറയാൻ പറ്റുമോ? എടപ്പള്ളിയിൽ കാർ പാർക്കിംഗ് ഇല്ലായിരുന്നു ഇവിടെ. അയ്യോ, അത് പറയാൻ പറ്റേ, അത് പറഞ്ഞിട്ടേ എടുക്കാൻ പറ്റും. അതും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം, അല്ലെങ്കിൽ ഒരുപാട് നീണ്ടു. കാർ പാർക്കിംഗ് ഇല്ല. എന്താണെന്നറിയാമോ? എന്താ റീസൺ? എന്താ കാർ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ ഏരിയ ഉണ്ട് അവിടെ, പക്ഷെ കാർ പാർക്കിംഗ് ഇല്ല. എന്താ? സാധാരണക്കാരൻ വന്നാൽ മതി ഇവിടെ. കാറുള്ള ഒരു അലവലാദികളും ഇങ്ങോട്ട് വരണ്ട എന്ന് പുള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞേക്കണ ഇതാണ്. ഇനി കാറുള്ളവനാണെങ്കിൽ അപ്പൊ കാറുള്ളവൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ചോദിക്കും. ചിലപ്പോൾ ടാക്സി ഡ്രൈവർമാരുണ്ടാവില്ലേ എന്ന് ചോദിക്കും. കാറ് സ്വന്തമായിട്ടുള്ളവർ പണക്കാരനാണ്. ഹി ഷുഡ് നോട്ട് കം. നമ്മുടെ മറ്റേ മുഖ്യമന്ത്രി നമ്മുടെ സുകുമാരൻ നായർ സാറിനെ കുറിച്ച് മറ്റേ പുള്ളി പറഞ്ഞില്ലേ, അതായത് നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞില്ലേ, ഹി ഷുഡ് നോട്ട് കം, ഹി ഷുഡ് നോ, യു ഷുഡ് നോട്ട് കം, യു ഷുഡ് നോട്ട് കം, ഹി ഷുഡ് നോട്ട് കം എന്നൊക്കെ പറയരുതെന്ന് പറഞ്ഞത് പെരുന്നയിലേക്ക് സമാധി. അതുപോലെ ഇവ പറഞ്ഞുകൊണ്ടിരിക്കണം, ഹി ഷുഡ് നോട്ട് കം, ഹി ഷുഡ് നോട്ട് കം, യു ഷുഡ് നോട്ട് കം ബിക്കോസ് യു ഹാവ് എ കാർ. അപ്പൊ കാറുള്ളവരൊന്നും വരണ്ട. കാറുള്ളവരൊന്നും വരണ്ട. കാറുള്ളവൻ എന്താണ്? മുതലാളിയാണ്, വരണ്ട. അപ്പൊ നിങ്ങൾ ചോദിക്കും. അപ്പോഴും വേറൊരു ചോദ്യം എനിക്കറിയാം. ടാക്സി ഡ്രൈവേഴ്സ്, they are poors. Beggars and trolley pullers. ജയന്റെ സിനിമ പറഞ്ഞ പോലെ we are not beggars, we are trolley pullers. ഓക്കെ എന്ന് പറയുന്ന പോലെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണേ. തലക്കെന്തോ കംപ്ലൈന്റ് പറ്റില്ല ട്രോളി പുള്ളേഴ്സ്. അപ്പൊ അവര് വന്ന് എന്ത് ചെയ്യുമെന്ന് ചോദിക്കണം. ഉടനെ പറയട്ടാ, അവർക്കാണെങ്കിൽ ആ ഹൈവേയുടെ സൈഡിൽ, അപ്പൊ ഒരു കാറുകാരൻ പോലും പോകരുത്. അതിനുവേണ്ടി അവർക്ക് ഹൈവേയുടെ സൈഡിൽ പാർക്ക് ചെയ്യാം. അവർക്ക് കാറുള്ളവരല്ല, ഹൈവേയുടെ സൈഡിൽ പാർക്ക് ചെയ്യാം. അപ്പൊ കാറുള്ളവനോട് കാറുള്ളവനോടെ തന്നെ പാർക്ക് ചെയ്യാം. എന്നാലും അവർക്ക് അവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് അവർക്ക് ഒരു 10 മിനിറ്റ് ഇങ്ങ് നടന്ന് എന്ത് ചെയ്യണം, ഇപ്പുറത്തേക്ക് വന്ന് ഇവിടെ കയറാം. ഒരു മിനിറ്റ്, ഇത് നേരത്തെ ബിഫോർ 1 year. ഇപ്പോ കഴിഞ്ഞവിടെ ഞാൻ ചെന്നപ്പോ എന്നോട് അവിടുത്തെ സ്റ്റാഫിനോട് പറയട്ടാ, സാറേ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞല്ല, നിങ്ങളുടെ വേഷം കെട്ടൊക്കെ തീർന്നു. അതൊക്കെ തീർന്നു സാർ. ഒരു മനുഷ്യല്ല. പിന്നെ കാറുള്ളവനോ ലോറിയുള്ളവനോ മറ്റേ ബസ്സിന് വന്നവനോ ആരെങ്കിലും വന്ന് ഈ സാധനം വിറ്റ് വാങ്ങിക്കൊണ്ട് പോയാ മതി എന്നുള്ള കണ്ടീഷനായി. അതുകൊണ്ട് അത് പോകണ കാശ് മറ്റേ കളയാൻ വേണ്ടി പോലും സാധനം കാശ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് നേരെ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് രാത്രി ഫുഡ് കഴിക്കുന്ന ആളുകൾ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൂ, ഇവിടെ നിന്ന് ഫുഡ് കൊണ്ടുപോകാം, നിങ്ങളൊന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നു. വല്ല ആവശ്യമുണ്ടോ മോനെ ഇതിൻ്റെയൊക്കെ? മോനെ മൃണാളെ കൂട്ടാ, വല്ല ആവശ്യമുണ്ടോ? ഇനി വേറൊരു സംഭവം, ഇവൻ ഡിസ്കൗണ്ട് ഇട്ടേക്കണം. ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി ഇത് കൊടുത്തു. എനിക്ക് ചിരി വന്നിട്ട് വേണ്ട അന്ന് വീഡിയോ ആണ്. ഞാൻ വേണ്ട വീഡിയോ വേണ്ട, കാരണം എന്റെ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര എതിർപ്പാണ് ഇങ്ങനെ വീഡിയോ ചെയ്യണം. ഇനി ഇതൊക്കെ ഒരു ബിസിനസ് സ്ഥാപനമല്ലേ, നിങ്ങൾക്ക് അറിയാമുള്ള അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞ വീഡിയോ. എന്താണെന്നറിയാം, 50% ഡിസ്കൗണ്ട് ഫുഡിൽ. ആർക്കൊക്കെയാണെന്നറിയാം? ഗവൺമെന്റ് ജീവനക്കാർ, നേഴ്സുമാർ, IT കമ്പനിയിലെ ഉദ്യോഗസ്ഥർ, പിന്നെ ഓരോരോ ജോലികൾ ചെയ്യുന്ന എല്ലാ ആളുകൾ. ഇതാണ് ആദ്യത്തെ കാർഡ് കേട്ടാ. അല്ല, നേഴ്സുമാര്, അതുപോലെ പോലീസുകാര്, ഇതുപോലെയൊക്കെ ഉള്ളതാണ് ആദ്യത്തെ കാർഡ്. IT കമ്പനി ഉദ്യോഗസ്ഥർ, ഇതെല്ലാം തന്നെ. പിറ്റേ ദിവസത്തെ കാർഡ്. പിന്നെ കുറെ പേര് വിളിച്ചു. അപ്പൊ അവർക്ക് മാത്രം 50%. അപ്പൊ ഞാൻ കുറച്ചുകൂടി അതൊന്ന് ഇത് ചെയ്തു.
തുണിക്കടയിലെ ജീവനക്കാർ, ബാക്കിയുള്ളത് ഈ പറഞ്ഞ ഷോപ്പിൽ ഇരിക്കുന്ന ജീവനക്കാർ, ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇതിൽ ആരെ ഉൾപ്പെടുത്താൻ പറ്റാത്തതെന്നറിയാം. പഠിക്കുന്ന പിള്ളേരൊഴികെ ബാക്കി എല്ലാവരും ഉൾപ്പെടുത്തി കഴിഞ്ഞു. അതായത് 50% ഈ സാധനം കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്യണവരായിരിക്കുമല്ലോ. ഏതെങ്കിലും ഒരു ജോലി ചെയ്യണവനായിരിക്കും. ഇല്ലെങ്കിൽ മറ്റേ പണത്തെ പോലെ ഇരിക്കുന്നവനായിരിക്കും. അത് വെറുതെ ഓർമ്മ. അവർക്ക് ഞാൻ വെറുതെ തരൂല. എന്റെ പൊന്നും മൃണാളേട്ട, ഈ നമ്പറൊക്കെ നിർത്തിയിട്ട് ഇതിനേക്കാൾ വേറെ ഞാൻ പറയണത്, താങ്കൾ വീഡിയോ ചെയ്യുമ്പോ മറ്റേ ബാഹുബലിയിലെ ഭാഷ ഉപയോഗിക്കുക.